ഞാൻ പറഞ്ഞ AI റിലേറ്റഡ് ടെസ്റ്റിംഗ് കോഴ്സിൻ്റെ എക്സ്റ്റേണൽ ഡെമോയ്ക്ക് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഇൻറ്റേർണൽ ഡെമോയും പ്രൊജക്ട് പ്രസൻറ്റേഷനും എക്സ്റ്റേണൽ ഡെമോയും ഒക്കെ ഇന്ന് തന്നെയായിരുന്നു. കാരണം നാളെ തൊട്ട് ഞാൻ ഭയങ്കര ബിസിയാണ്. സോ ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്താണ് എനിക്ക് എക്സ്റ്റേണൽ ഡെമോ കൂടി ഇന്ന് വേണം. ഇൻറ്റേർണൽ ഡെമോയിൽ പ്രൊജക്ട് പ്രസൻറ്റ് ചെയ്തു. നമുക്ക് മാം ഒരു വെബ്സൈറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ 10 ടെസ്റ്റ് കേസ്, അതൊരു ഫുൾ പ്രൊജക്റ്റായിട്ട് പേജ് ഒബ്ജക്ട് മോഡലൊക്കെ യൂസ് അത് ചെയ്തിട്ട് അതവിടെ എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു. പിന്നെ ഫുൾ റൺ ചെയ്ത് പാസ്സായത് കാണിക്കണമായിരുന്നു. പിന്നെ അത് ബേസ്ഡുള്ള കുറേ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തത് AI ഇൻ്റഗ്രേറ്റഡ് പ്ലേറൈറ്റ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. ഒരു വർഷമായില്ല ഞാൻ ജാവാ സെലീനിയം പഠിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് അതിൽ AI ഇൻ്റഗ്രേഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ പ്ലേറൈറ്റ് AI ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ ഒരു വ്യത്യാസം. ശരിക്കും AI ഭയങ്കര പവർഫുള്ളാണ് ഗൈസ്. പണ്ട് ഞാൻ 2 സിനാരിയോ എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് ഇപ്പം 20 എണ്ണമൊക്കെ ഷടപടയെന്നല്ലേ ചെയ്യുന്നത്. എല്ലാത്തിനും AI ഏജൻസ് ഉണ്ട്. നമുക്കിപ്പം ഡീബഗിങ്ങിലാണെങ്കിലും സ്ക്രിപ്റ്റിങ്ങിലാണെങ്കിലും അപ്പോൾ കൂടുതൽ സിനാരിയോസ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് കുറേ സമയം സേവ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞതൊക്കെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇത് ചെയ്യുന്നിടം വരെ എനിക്ക് ഇതേക്കുറിച്ച് അറിയില്ലായിരുന്നു. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തൊരു വീഡിയോ ആണ്. ഒബ്സ്ക്യൂരലാണ് കേട്ടോ ഞാൻ ഈ കോഴ്സ് ചെയ്തത്. 2 മാസത്തെ കോഴ്സായിരുന്നു.